ഞാൻ തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന തോട്ടം തൊഴിലാളി ഇതാണ്. ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. ഈ വെള്ളരിമല വില്ലേജ് എന്ന് പറഞ്ഞാൽ 30% എസ്റ്റേറ്റ് മേഖലയായിരുന്നു. ആ പുത്തുമല, അതായത് 5 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം കിലോമീറ്ററുകൾക്കിടയിൽ ഇതുപോലെ ഡിസാസ്റ്റർ നടന്നത് കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഇതിൽ മുഴുവൻ പോയത് തോട്ടം തൊഴിലാളികളാണ്. ഇപ്പോൾ അവിടെ ശേഷിക്കുന്നത് കാർഷിക മേഖലയായ ഏലവയലും സ്കൂളിൻ്റെ ഭാഗം, വില്ലേജ് ഭാഗം. ഇത് കാർഷിക മേഖലയാണ്. മുണ്ടക്കൈ അട്ടമല വാർഡുകൾ കംപ്ലീറ്റായി, ഏകദേശം 31 വീടുകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനെ ഗവൺമെൻറ് റീബിൽഡ് വെള്ളരിമല എന്നുള്ള രീതിയിൽ കൊണ്ടുവരേണ്ടിയിരുന്നു. കാരണം അമ്പലമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ഒരു കുറേ ആൾക്കാർ എന്ത് ചെയ്യണം? അവരുടെ ആരാധനാലയങ്ങൾ പോയി, അവരുടെ വസ്തുക്കൾ പോയി, എല്ലാം പോയി. അപ്പോൾ അതിന് ഇപ്പോൾ ചൂരമ്മല എന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കരുതിയിരുന്നത് സ്കൂളിൻ്റെ സൈഡിലാണ് സേഫായി തോന്നിയിരുന്നത്. അവിടെ 105 വീടുകൾ ഉണ്ടായിരുന്നതിൽ 45 വീടിൽ ആളുണ്ടായില്ല. പക്ഷേ 60 വീടിൽ 11ഉം 16ഉം പേര് അവിടെ ജീവിച്ചത് സേഫാണെന്ന് കരുതി. അവരെ മുഴുവൻ ഈ പ്രളയം കൊണ്ടുപോയി. വെള്ളരിമല സ്കൂൾ പോയി. വെള്ളരിമല സ്കൂൾ അടുത്ത കാലത്ത് ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷനിൽ വയനാട് ജില്ലയിൽ മുന്നോട്ട് വന്നൊരു സ്കൂളാണ്. 100% ഒക്കെ തോട്ടം തൊഴിലാളി മേഖലയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ബാധിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഞാൻ വേറിട്ട് മാറി നിന്ന് കേട്ടത്, അവരുടെ മനസ്സിൽ നിങ്ങളോട് പറഞ്ഞാൽ പൊതുസമൂഹം കേട്ട് ഞങ്ങളെ രക്ഷിക്കും. പുത്തുമല നടന്നപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾക്ക് മീഡിയ കവറേജ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം മാധ്യമങ്ങൾ വളരെ നന്നായി ഹൈലൈറ്റ് ചെയ്തു. അതിൻ്റെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് അതുതന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഈ കണ്ടമാന സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുത്തുമല നടക്കുമ്പോൾ പൂത്തക്കൊല്ലിയിൽ ഒരു മാധ്യമ സ്ഥാപനം സ്ഥലം വാങ്ങുകയും കുറേ സാമുദായിക സംഘടനകളോട് വീടുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതുമാത്രമാണ് അന്ന് കിട്ടിയത്. അന്നും ചില ഓഫറുകൾ വന്നതിലൊന്നും പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളൊക്കെ ഇടപെടൽ, ഗവൺമെൻറ് അതിൽ ഇടപെട്ടു. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ജില്ലാ കളക്ടറാണ്. വളരെ റീസെൻ്റായിട്ട് വയനാട്ടിൽ വന്ന കർണാടകയിൽ നിന്നുള്ള കളക്ടറാണ്. അവരവിടെ ആദ്യം എത്തുകയും ഏകദേശം 3-3:30 എത്തുകയും ചൂരമ്മല അവർ കണ്ടിട്ടില്ല. പക്ഷെ അവരതിൽ ഇടപെട്ട് വില്ലേജ് ഓഫീസറെ പോലെ എല്ലാവരെയും കേട്ടു. അത് കേട്ടോടുകൂടി തന്നെ അവിടുത്തെ ജനങ്ങൾ വളരെ മാനസികമായി വളരെ കൂളായി. ഇങ്ങനെ എല്ലാ രീതിയിലും ഇടപെടലുണ്ടായി. പ്രതീക്ഷ ഞങ്ങൾ മുന്നിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ മേപ്പാടി പഞ്ചായത്ത് വെള്ളരിമല വില്ലേജ് 38 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഒരു സ്പെഷ്യൽ ഓഫീസറുണ്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം, ഇവർ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ നൂലാമാലകളാണ്. കാരണം അപ്പോൾ പറയുന്നത് പല സർട്ടിഫിക്കറ്റും ചോദിച്ചാൽ ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നാടകളിൽ ഇവരുടെ ജീവിതം നീളാൻ പാടില്ല. അതിനൊരു സിംഗിൾ വിൻഡോ, അതായത് ബിസിനസ്സിലൊക്കെ നമ്മൾ സിംഗിൾ വിൻഡോ വരുന്ന പോലെ ഒരു സിംഗിൾ വിൻഡോ ഇവിടെ വേണം ഇവർക്ക് വരുമ്പോൾ അവരുടെ രേഖകൾ തയ്യാറാക്കാൻ എല്ലാം. അതല്ലാതെ വില്ലേജ് ഓഫീസ് പോകുന്നു, തഹസിൽദാരെ കാണുന്നു, കലക്ടറെ കാണുന്നു, ഈ സ്റ്റെപ്പ് കയറാൻ ഇവർ പാടില്ല. കാരണം ഇവർക്ക് പോകാൻ ആരുമില്ല. ഇവരുടെ കൂടെ സഹായിക്കാൻ നാളുകളിൽ ആരും പുത്തുമല കഴിഞ്ഞപ്പോൾ ഈ അങ്ങാടിയിൽ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് പൈസ ഇല്ലാതെ എല്ലാം ആളുകൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ അനുഭവം ഇവർക്ക് ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ, ഇപ്പം തന്നെ ഇടപെടൽ ഗുണം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അത് യാഥാർത്ഥ്യമാവണം.